നമസ്കാരം. നമ്മൾ കുട്ടികളുടെ എല്ലാം വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കി അവരെ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. പല ആളുകളുടെയും ഒരു സംശയമാണ്. നമ്മളുടെ ജീവിതത്തിലെ പല ഗോൾസും നമ്മൾ ഫുൾഫില്ല് ചെയ്യും. കുട്ടികളുടെ വിദ്യാഭ്യാസം, മാരേജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ഇത്തരം ഗോളുകളെല്ലാം നമ്മൾ ഫുൾഫില്ല് ചെയ്തതിന് ശേഷം അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല ജോലിയൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്തിനു നമ്മൾ ഇൻഷുറൻസ് എടുക്കണം എന്ന് പലരും ചിന്തിക്കാറുണ്ട്. തീർച്ചയായിട്ടും അവൻ നമ്മുടെ ജീവിതത്തിലെ പല ലക്ഷ്യങ്ങളിലും നാം പൂർത്തിയാക്കിയാൽ പോലും നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് ജീവിതകാലം മുഴുവൻ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രാധാന്യമാണ്. കാരണം നമ്മളെ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് കുറച്ച് പേരവിടെ കാണും. നമ്മുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മറ്റു നമ്മുടെ പാരൻസ് അങ്ങനെയുള്ളവർ. തീർച്ചയായിട്ടും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മുടെ ഗോളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ലൈഫ് ഇൻഷുറൻസ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ നമ്മുടെ ഒരു ചാരിറ്റി പോലെ നമ്മുടെ മരണശേഷം നമുക്ക് മറ്റൊരു ട്രസ്റ്റിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എസ്റ്റേറ്റ് പ്ലാനിങ്ങിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്കായാലും അതിനൊരു പാരമ്പര്യമായിട്ടുള്ള ഒരു അസറ്റ് എന്ന രീതിയിൽ ഈ ഒരു ഫണ്ടിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ടാക്സ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമുക്കത് സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെ, നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി ചിലപ്പോൾ പെൻഷൻ സ്കീമൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും ഈ ഒരു കുട്ടികളുടെ അവരുടെ ജീവിതമായി അവർ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ചിലപ്പോൾ സഹായിക്കാൻ സാധിച്ചെന്ന് വരില്ല. ആ സമയത്ത് ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി നമുക്ക് ഉണ്ടെങ്കിലും ഇത് ചിലപ്പോൾ ഗ്യാരണ്ടീഡ് ആവണമെന്നില്ല. അങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമുക്ക് ഇത്തരം നമ്മുടെ ഇൻഷുറൻസ് നമ്മളെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് ഏണിങ്സ് കൊണ്ടുവരുന്ന വ്യക്തി എന്ന രീതിയിൽ നമ്മൾ വളരെ നേരത്തെ നമുക്ക് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി സംഭവിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പെൻഷൻ എന്ന് പറയുന്നതിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും, അല്ലെ. വളരെ ചെറുപ്പത്തിലേക്ക് അല്ലെങ്കിൽ എങ്ങായിരിക്കുന്ന ടൈമിലൊക്കെ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി സംഭവിച്ചാൽ അവരുടെ സേവിങ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അവരുടെ ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അവരുടെ കുടുംബത്തിൽ കിട്ടുന്ന തുകയും അതനുസരിച്ച് കുറവായിരിക്കും. അതേസമയത്ത് അവിടെ ഒരു ഇൻഷുറൻസ് കവറേജ് കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അവരുടെ കുടുംബത്തിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നായി മാറും. പിന്നെ ഒരു ഇൻഷുറൻസ് കവറേജ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ ഒരു ഫൈനൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ മരണശേഷം നമുക്ക് ഉണ്ടാകുന്ന ഫ്യൂണറൽ എക്സ്പെൻസ്, മറ്റു ചിലവുകളെല്ലാം അതിൽ നിന്നും നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് കവറേജിൽ നിന്നും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അസറ്റ് നഷ്ടപ്പെടുത്താതെ, നമ്മുടെ സേവിങ്സ് ഒന്നും നഷ്ടപ്പെടുത്താതെ തന്നെ നമ്മുടെ അവസാന നിമിഷം വരെയുള്ള ആ ഒരു ചെലവുകൾ, അവസാന നിമിഷത്തിലെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനുള്ള വരുന്ന ചെലവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഇൻഷുറൻസ് കവറേജിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഒരു എമർജൻസി ഫണ്ട് എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് കവറേജിന് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതൊക്കെ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്ന് ഈ ഇൻഷുറൻസ് കവറേജിന്റെ എമൗണ്ട് എടുത്തുകൊണ്ട് നമുക്ക് അതിനെ നേരിടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു കുട്ടികളുടെ വിദ്യാഭ്യാസവും അത്തരം കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കി കഴിഞ്ഞാൽ ഒരു ലൈഫ് ഇൻഷുറൻസിന് പ്രാധാന്യമുണ്ടെന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതട്ടെ. തീർച്ചയായും ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഫിനാൻഷ്യൽ അറിവുകളുമായി കൂടുതൽ വീഡിയോയുമായി വരും വരെ ടേക്ക് കെയർ.